സെന്റ് മേരീസ് ചർച്ചാണിത്, മധുരൈ. സെന്റ് മേരീസ് ചർച്ച്, മധുരൈ. നമ്മുടെ ഗ്രാൻഡ് GRT വന്നിരിക്കുകയാണ്. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഗ്രാൻഡ് GRT ഹോട്ടൽസ്. ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് മധുരയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. മധുരൈ ടെമ്പിൾ പോകാൻ പറ്റത്തില്ല, ബിക്കോസ് ഞാൻ ടെമ്പിളിൽ പോകാനുള്ള ഒരു കണ്ടീഷനിലല്ല. അപ്പോൾ ഇപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ്. ഗ്രാൻഡ് GRTയിൽ വന്നിരിക്കുകയാണ് ലഞ്ചിന്. Don't touch. മമ്മിയൊക്കെ അവിടെ ഇരിക്കുകയാണ്. ആൻ്റണി ജോർജി. ഇപ്പോൾ സ്പെഷ്യൽ എന്താണെന്ന് നോക്കാം. റോസ്റ്റഡ് ക്യാരറ്റ് സാൻഡ്വിച്ച്, ഹോം സ്റ്റൈൽ. ഇതാണ് ദാൽസാണ്. पिज़्ज़ा पिकल्स. नॉन वेजिटेरियन क्या है वो साइड है, ये साइड है. हाँ मैं अभी देखा. ये क्या है कर्ड राइस. पिज़्ज़ा दे दो. ബംഗാളി ഓണി, മദ്രാസ് സ്റ്റൈൽ കോഴി വറുത്തത് കറി, മധുരൈ നാട്ടു ഗ്രിൽ പാൻ ഫിഷ്, then exotic basil, crab, chicken dumsum. Okay, this is for non-vegetarian. Okay. Pasta fish.
Annie super? Georgie super? Mama super? Hello. ഞാൻ ലാസ്റ്റ് എടുത്തെടുത്ത് വന്നപ്പോഴത്തേക്കും തൈര് ചോറും അച്ചാറും കൊത്തവരൊക്കെ വളർത്തി ഫ്രൈ. ഹായ് മാം, എങ്ങനെയുണ്ട് ഭക്ഷണം? നല്ല ഫുഡാണ്. ആ ജാജി 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 ഭയങ്കര ഡിമാൻഡ് എപ്പോഴത്തെ പിള്ളേർക്ക്, നോക്കാനൊന്നും കഴിയില്ല. വണ്ടി വിളിച്ച് ഞാൻ താങ്ക് യു. തിരുമലൈ നായക്കർ മഹാൽ, ഇറ്റ്സ് എ പാലസ് ആണ്. തിരുമലൈ നായക്കർ പാലസ്, മധുരൈ. അപ്പം നമ്മൾ മധുരൈ തിരുമഹാൽ പാലസ് കഴിഞ്ഞു. പണ്ടത്തെ കാലത്തെ രാജാക്കന്മാരെ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ, പക്ഷെ എത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടായിരിക്കും ജീവിച്ചത്. എന്നാ ജീവിച്ചാലും ഇന്നത്തെ വെതർ തന്നെ ആയിരിക്കും അന്ന്, അല്ലേ? ചൂടിന് ചൂട് മാറ്റമൊന്നുമില്ല. മധുര ഇന്നായാലും അന്നായാലും ചൂടായിരിക്കും. ഇത്രയും ചൂടുണ്ടാവും. Wow. See? പ്രത്യേകിച്ച് വേറെ ഒരുപാട് റൂംസോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. അത് ഒറ്റൊരു സ്ക്വയർ ഹോള് പോലെയാണ് തോന്നണം. ഇനി അതിൻ്റെ അപ്പുറത്ത് വേറെ ഉണ്ടോയെന്ന് അറിയില്ല. ഇതിൻ്റെ ആപ്പ് കുറച്ച് നോക്കി. ഇത് മധുരയിലെ വിശാൽഡി മോളാണിത്. ചെറിയ മോളാണ് കേട്ടോ. വേറെ പ്രത്യേകിച്ച് കടകളൊന്നും അധികം കാണുന്നില്ല. പിന്നെ ആകെയുള്ള ഒരു മോളാണത്. ഹലോ, അപ്പം നമ്മൾ രാത്രി ആയപ്പോഴത്തേക്ക് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയത് ഞാനും ഡിൻസിയും കൂടെ. ഞങ്ങൾ അത്യാവശ്യം ഒരു സാരിക്കുള്ള പാവാട വാങ്ങിച്ചു, കുറച്ച് ഇഡലി വാങ്ങിച്ചു, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചു. അതൊക്കെ വാങ്ങിക്കാൻ ഞങ്ങൾ ഓട്ടോയിൽ നടക്കുക. എങ്ങനെയുണ്ട് മധുരൈ? ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ മധുരയിലാണ്. മധുരയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഗുഡ് മോർണിംഗ്.
ഗുഡ് മോർണിംഗ് പറഞ്ഞു ആന്റണി ചോദിച്ചു. ആന്റി ഗുഡ് മോർണിംഗ് പറഞ്ഞു. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമ്മുടെ ഹോട്ടലിൽ എല്ലാം കഴിക്കുവാണ്. മുട്ടയുണ്ട്, ബ്ലാക്ക് ടീ, എൻ്റെ ഫേവറേറ്റാണ് ഇഡ്ഡലി വിത്ത് പൊടി. ഹലോ, അപ്പം നമ്മൾ ഞാനും ജിൻസി മാത്രം രണ്ടുപേരും കൂടെ മധുരൈ മീനാക്ഷി ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്. തിരിച്ച് വന്ന ശേഷം റൂം ചെക്ക് ഔട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ തഞ്ചാവൂരിലേക്കാണ്. അപ്പോൾ ബേബീസ് മമ്മി ഞങ്ങൾ മാത്രമാണ് ടെമ്പിൾ കാണാൻ വേണ്ടി. ഇത് കണ്ട പേരാണ് ഈ വെച്ചിരിക്കുന്നതെല്ലാം പേര്. നമ്മൾ കാണാൻ വേണ്ടി മീനാക്ഷി അമ്മൻ ടെമ്പിൾ കാണാൻ പൊട്ട് പറഞ്ഞു വാങ്ങിച്ചേ. കണ്ണാടി അല്ലേ? అమ్మ చేస్తాం జన్మ താമര കണ്ടോ? വാ, మాట్లాడి పోమా మా మాట్లాడి పోమా మా 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 మాడ మళ్ళీ పోమా మా പേപ്പർ ഉണ്ടോ? പേപ്പർ ഉണ്ടോ? రండి సాల్ సాల్ చెక్కువన్నీ విడివా అవసరం മധുരൈ മീനാക്ഷി അമ്മൻ ടെമ്പിളിൻ്റെ അകത്ത് കയറാമെന്ന് വിചാരിച്ചു. പക്ഷേ അകത്ത് മൊബൈൽ അലൗഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അകത്ത് കയറുന്നില്ല. ജസ്റ്റ് ഇവിടെ നിന്ന് വീഡിയോ എടുത്ത് നമ്മൾ നേരെ
തഞ്ചാവൂർ. ഓക്കെ, ഈ ചെറിയ വഴി കൂടെ യാത്ര, ഇതിലെ കൂടെയൊക്കെ നമ്മൾ കാർ എടുത്തിട്ട് വന്നാൽ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ അറിയാൻ പാടില്ലാത്ത വഴി കൂടെ വന്നിട്ട് എന്തിനാ, പിന്നെ ആന്റണിയും ജോജിയായിട്ട് വന്നിട്ടും കാര്യമില്ല. അവർക്ക് അറിയത്തില്ലല്ലോ എന്താ നമ്മൾ കാണുന്ന, അല്ലെങ്കിൽ എന്താ കാണാൻ പോകും. ഇതാണ് ചന്ദനം റെഡിയാക്കുന്നത്. തേര് കാണാം, തേര്, പണ്ടത്തെ തേരുകൾ. ഈ രഥം വലിക്കാൻ വേണ്ടിയിട്ടുള്ള കയറുകളാണത്. അപ്പം നമ്മൾ നേരെ റൂമിൽ പോയിട്ട് ചെക്കൗട്ട് ചെയ്ത് നേരെ തഞ്ചാവൂരാണ് പോകും. നല്ല അടിപൊളിയായിട്ട് നമ്മൾ പൂവൊക്കെ വെച്ച് പോയി അല്ലേ. അതിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അടിപൊളിയായിട്ട് പോയി. എങ്ങനെയുണ്ട് ലിൻസി? ഇതിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. പിന്നെ നമ്മൾ വന്ന വഴി തന്നെയാണ്. പള്ളി, മാതാവിൻ്റെ പള്ളി നേർച്ചിടാൻ വേണ്ടി വന്ന. അപ്പം നമ്മൾ തഞ്ചാവൂരെത്തി. ചോറ് കഴിക്കാൻ വേണ്ടി ഇത് എന്ത് കഴിക്കണം മുന്നേ എന്തെങ്കിലും സാധനം മേടിക്കും. ഡെപ്പ കൊടുത്തൊരു സാധനം എല്ലാവരെയും കാണിച്ചു കൊടുക്കും. എല്ലാവരും അപ്പോൾ നമ്മൾ നേരെ മധുരയിൽ നിന്ന് തഞ്ചാവൂരെത്തി. ഹായ് മമ്മ. ഹലോ. ഹായ് ഹായ്. എല്ലാവരും ഹായ് പറഞ്ഞേ. എല്ലാവരും വന്നു. ഫുഡെല്ലാം നമ്മൾ കഴിച്ചു. ഇപ്പോൾ നമ്മൾ എൻ്റെ സിസ്റ്റർ പ്രിൻസിപ്പൾ, ഊട്ടിയിലെ പ്രിൻസിപ്പൾ ഉള്ള സ്ഥലം തഞ്ചാവൂരാണ്. ഓൾഡ് ഏജ് ഹോമിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ സിസ്റ്ററിനെ കാണാൻ വേണ്ടി വന്നിരിക്കുക. കുറച്ച് പിക്കിളൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു 6 മാസത്തിന് മുന്നേ ഉണ്ടാക്കി വെച്ച പിക്കിളും കുറേ ടൈപ്പ് പിക്കിളുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ സിസ്റ്റേഴ്സ് ഇവിടെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് കൊണ്ടുവരാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നതാണ്. സിസ്റ്റേഴ്സിനെ കാണാം. ലക്കി പോയി വാ ഇവിടെ. ആനി ടെറസ് മാത്യു സിസ്റ്റർ. ആ ഇതെങ്ങനായി? എവിടെ വാ സിസ്റ്റർ, എവിടെ സിസ്റ്ററിനെ കണ്ട ഹായ് പറ. പിടിച്ചോ, ഓണായി പിടിച്ചോ. ഞാൻ വിളിച്ച സിസ്റ്ററിനെ Yes, sister. Brown speaker. Hello. You are so amazing and very good. Very nice. Also, good to be here. Annie, Georgie, come and say. Each of us is there. Get a party. Each of us is there. Get a. Get a. ഈശോമിശിഹായെ നേരെ തോക്ക് തരത്തില്ല മമ്മ. ഈശോമിശിഹായെ പറഞ്ഞിട്ട് വന്നേ.
From Cochin to Delhi, Delhi to Madurai to Rameshwaram, Rameshwaram to Dhanushkodi. 4 days time. Dhanushkodi to Tirupati, Madurai, Tirupati, Madurai, Vijayawada. How many days? When did you start from home? 5 days. What time? രണ്ടുപേരും കേട്ടിട്ട് വാങ്ങിച്ച് രണ്ടുപേരും കേട്ട് യൂട്യൂബ് ചാനൽ സിസ്റ്റർ യൂട്യൂബ് ചാനൽ No, 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 you should not touch it. Georgie, Georgie. Kanda. What I said. എന്റെ കൊച്ചു നല്ല കൊച്ച സിസ്റ്റർ നല്ല കുഞ്ഞു ഇപ്പൊ തോക്ക് ഓടിച്ചില്ല 500 രൂപയുള്ള തോക്കിന് Anthony, Georgie, this sister needs a fan of coffee. Come here. Shame, come here. This look, apna look here. Puchubini, this puchubini okay. വെക്കോടെ ബാംഗ്ലൂരിലോട്ട് സിസ്റ്ററിന് ഇത്ര മുടി ഉണ്ടായിരുന്നു ഇപ്പൊ ഈ ആഴ്ച കുറച്ച് ഇന്നലെ കറണ്ട് ഉണ്ടായിരുന്നു അയ്യോ അത്രയും വെയില് ഇന്ന് പറഞ്ഞ ധനുഷ്കോടിയിൽ മഴ വന്നിട്ടുണ്ട് ധനുഷ്കോടിയിൽ മധുര വരെ മഴ മഴയ്ക്കായിട്ട് ദിവസം നോക്കി കുറച്ച് ഇന്ന് രാത്രി മുതൽ ഫുൾ മഴ പോയിട്ട് ഒറ്റമാക്കാം No, just be a sister. Be a sister. Lucky, put your sister. Bye, sister. കറക്റ്റ് 6 മണിയായി. മഴ പെയ്യാത്ത തഞ്ചാവൂരിൽ വലിയ മഴ വരാൻ പോവാണ്. നല്ല കാറ്റാണ്. ഇവിടെ ഇരുന്നുകൊണ്ടാണ് പണ്ട് ഞാൻ എൻ്റെ കാറ്റീസം പഠിക്കുന്നത്. ഈ മാതാവിൻ്റെ ലൂർദ് മാതാവിൻ്റെ ഈ നട ഇരുന്നിട്ടാണ് ഞാൻ പഠിക്കുന്നത് കാറ്റീസം. ഇതാണ് തഞ്ചാവൂർ പള്ളിയാണിത്. ഇപ്പോൾ കുർബാന സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ വെച്ചാണ് ലല്ലുഷനെയും അവരുടെ ഫാമിലിയും ഞാൻ കാണുന്നത്. ചെരുപ്പ് പോടലക്കാരാ ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് തഞ്ചാവൂർ പെരിയ കോവിലാണ്, ബിഗ് ടെമ്പിൾ. അപ്പോൾ നമ്മുടെ ബേബീസ് എല്ലാം റൂമിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നു. രാവിലെ ഞാൻ ബിഗ് ടെമ്പിൾ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്.
അപ്പോൾ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അന്ന് ഞാൻ വീഡിയോ വ്ളോഗ് എടുക്കണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഈ പ്രാവശ്യം ഞാനിവിടെ ഈ തഞ്ചാവൂരിൽ ജനിച്ച് വളർന്നെങ്കിലും ഞാൻ ടെമ്പിളിൻ്റെ അകത്തേക്ക് 1-2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം എങ്ങോട്ട് വന്നിട്ടില്ല, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എങ്ങോട്ട് വന്നിട്ടില്ല. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വരേണ്ട കാര്യമില്ല. പിന്നെ അത് കഴിഞ്ഞ പ്രാവശ്യം വന്നത്. പിന്നെ ഒരുപാട് പാട്ട് സീനിൽ കാണാറുണ്ട്. അപ്പോൾ നമ്മുടെ ബിഗ് ടെമ്പിൾ ഇതാണ്, നന്ദിയാണ്. നന്ദി ഇപ്പം നിങ്ങൾ ഒരുപാട് പേര് എല്ലാവരും വന്നിട്ടുണ്ടാവും. എന്നാലും ഞാനിവിടെ വളരെ കുറവാണ് വന്നിരിക്കുന്നത്. ബാ അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ വന്ന് വീഡിയോസൊക്കെ എടുത്തു എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ നേരെ റൂമിലേക്ക് പോവുകയാണ്. കുറച്ച് റീൽസിനുള്ള വീഡിയോസ് എടുക്കാൻ പറ്റുന്നത്. അതാ നന്ദി. ഓക്കെ, ഇതാണ് അൻപു ലസ്സി. പണ്ടത്തെ കടയാണിത്. അപ്പം നമ്മൾ ഈ പഴയ കടയിൽ വന്നിരിക്കുകയാണ് കഴിക്കാനായിട്ട്. ലസ്സി പണ്ട് ഞാൻ സ്കൂളിൽ പോണ സമയത്തൊക്കെ ഈ ഒരു ലസ്സി ഇവിടെ മേടിച്ച് കഴിക്കാറുണ്ട്. അൻപു ലസ്സി. നമ്മൾ ഓട്ടോയിലിരുന്നാണ് ഇപ്പോൾ ലസ്സി കഴിക്കാൻ പോകുന്നത്. പണ്ടത്തെ ഒരു ലസ്സിയാണത്. ഇവിടുത്തെ ഫേമസ്. പണ്ട് സ്കൂളിൽ പോണ സമയത്തൊക്കെ നമ്മൾ ആ ലസ്സി മേടിച്ച് കഴിക്കുന്ന, ഒരു ലസ്സി മേടിച്ച് തരുന്നതാണ്. ലസ്സി സൂപ്പർ കേട്ടോ, അതേ ടേസ്റ്റാണ്. അടിപൊളിയായിട്ടുണ്ട്. ഒരെണ്ണം കൂടെ, 2 കൊടുങ്ങ സാപ്പിടുங்க. ഇതുണ്ട് പാലിന്റെ പാടയാണ് അതിന്റെ പ്രത്യേകത. പാലൊട്ടും കഴിക്കാത്ത ഞാനാണ്. എനിക്ക് ഈ ലസ്സി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ ലസ്സി എവിടെ കിട്ടുമെന്ന് ഓർത്ത് വന്നതാണ്. നല്ല ടേസ്റ്റ് അല്ലേ? ഹായ്. അപ്പം നമ്മളിപ്പോൾ തഞ്ചാവൂരിലാണ്. തഞ്ചാവൂരിൽ രാവിലെ നമ്മൾ അമ്പലത്തിൽ പോയി ഒരു ഇതൊക്കെ എടുത്തു. ഇപ്പം നമ്മൾ ഒരു ഉച്ചയല്ല, ഈവനിങ് ആയി, 4 മണിയായി. നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങും. എല്ലാവരും ഹായ് പറഞ്ഞേ. ഹായ് ഹായ്. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ പോകുന്നത്, മമ്മിക്കൊരു അടിപൊളിയായിട്ടുള്ളൊരു ടോപ്പ് വാങ്ങിക്കണം. പിന്നെ എനിക്ക് 1-2 സാരി നോക്കണം. മാതാവിന് സാരി മേടിക്കണം. അങ്ങനെയുള്ള കുറച്ച് സാരീസ് കാര്യങ്ങൾ നോക്കാനാണ് നമ്മൾ ചെന്നൈ സിൽക്സിൽ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് വിശുദ്ധ കുർബാനൊക്കെ ഒന്ന് കയറണം. കുർബാന കണ്ടു കഴിഞ്ഞിട്ട് നമ്മളൊരു ജിഗർദണ്ഡ അല്ലല്ലോ, നമ്മുടെ പഴയ ഞാൻ രാവിലെ കുടിച്ചില്ല ഒരു ലസ്സി, അത് കുടിക്കണം. അങ്ങനെയൊക്കെയുള്ളൊരു ചെറിയ കാര്യങ്ങളുണ്ട്. നമുക്ക് പരിചയമുള്ളൊരു വീടുണ്ട്, അവിടെ ഒന്ന് കയറണം, ഒന്ന് കറങ്ങണം. തഞ്ചാവൂർ സിറ്റി ഒന്ന് കറങ്ങണം. ഓക്കെ. അപ്പോൾ തഞ്ചാവൂരിലുള്ള ചെന്നൈ സിൽക്സ് വന്നിരിക്കുകയാണ്. നോക്കാം നമുക്ക് എന്തുണ്ടെന്നുള്ളത്. ഇതാണ് തഞ്ചാവൂർ മണികുണ്ട് എന്ന് പറയും. മണികുണ്ട് എന്ന് വെച്ചാൽ ക്ലോക്ക് ടവറാണിത്. ഇവിടെ പറയുന്നത് മണികുണ്ട് എന്നാണ്. മഹാരാജ കട ഒക്കെ പഴയ ഓർമ്മകളാണ് നമുക്ക്. നമ്മളിവിടെ നടന്നത് വളനാട് അല്ലേ? നോക്കി, വളനാട്. മമ്മി എനിക്ക് ഡ്രസ്സ് മേടിക്കുന്ന കടയുടെ പേരെന്താ? നല്ലി അല്ല, വളനാടോ? സത്താറിന്റെ പൊറോട്ട. സത്താറ് തുടങ്ങിയ സമയത്ത് ഞങ്ങളിവിടെ ഫസ്റ്റ് ഡേ സൂപ്പർ പൊറോട്ട കഴിക്കാൻ കയറിയത്. ആത്തുപാലം.
ഇപ്പോഴും നമുക്ക് 2 പൊറോട്ട ചോദിച്ചു മേടിക്കരുത്. ഇപ്പൊ അത് മാറി മമ്മ. സത്യം. ഉണ്ടോ ആത്തുപാലം? ആത്തുപാലം എന്ന് പറഞ്ഞാൽ 6 തണ്ണി ഓടുന്ന പാലം. ബ്രിഡ്ജ്, ആത്തുപാലം. വണ്ടി ആരാ ഓടിക്കണെന്ന് അവൻ നോക്കി കാണാൻ വേണ്ടി നോക്കിയിട്ട് അവന് വെളിവില്ല. രാമരാജ ഉണ്ടുകള് ജയറാം പരസ്യം പറയൂലേ, രാമരാജ്യം ഉണ്ട്. എന്റെ പൊന്നെ ആര് ഞാനാ? ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് തമിഴക മാവട്ട ഇതല്ലേ? ഇത്ര വലുതുണ്ടായിരുന്നില്ല. ഇത് പുതിയതാ. ഇത് ഉണ്ടായിരുന്നു. ഇതിനകത്തല്ലേ ശിവാജിയുടെ ഇത് തിയേറ്റർ ഉണ്ടായിരുന്നത്? ശാന്തി കമല ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു. Don't make noise. Don't make noise. ബൊഫയാണ് നോക്കുന്നത്. സാലഡ് സാരിയർ. ഹാപ്പി സ്ട്രീറ്റ് എന്നാണ് ഇതിൻ്റെ ഫുഡിൻ്റെ ഇത്. ഓക്കെ, ഇത് ലൈവ് കൗണ്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ് ചെയ്യണമെന്നറിയില്ല. സംതിങ് സ്പെഷ്യൽ. ദിസ് ഇസ് പാനിപൂരി ആൻഡ് സംതിങ് ഈസ് ഹിയർ. ഇതെല്ലാം നമുക്ക് ലൈവായിട്ട് കോഫിയൊക്കെ ഇട്ട് കൊള്ളാം. കണ്ടോ ടിക്ക, ചിക്കൻ ടിക്ക, പനീർ എല്ലാം ഉണ്ട്. ഇതെന്താണ് സ്പെഷ്യൽ? ദിസ് ഈസ് ഫിഷ് കടയോ ഓർ സംതിങ്. ഫിഷ് ആണെന്ന് തോന്നുന്നു. എല്ലാം ലൈവാണ് ചെയ്യാൻ പോകുന്നത്. ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? Super.
ഭയങ്കര ടയർഡ്. ആ അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു. അയ്യോ ആൻറ്റിനെ ഒന്ന് ഇറക്കി നിർത്ത ഡിൻസി. ഓ ഓ ഹോ 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 ഹോ. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു. അടിപൊളി ഫുഡായിരുന്നു. ഹോട്ടൽ സംഘത്തിൽ നിന്നാണ് കഴിച്ചത്. ലക്കി ബേബി വെയിറ്റിംഗാണ്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ രാത്രി ഭക്ഷണമെല്ലാം കഴിച്ച് നമ്മൾ നേരെ റൂമിൽ ചെന്ന് കിടന്ന് ഉറങ്ങാൻ പോവാണ്. ഇനിയിപ്പോൾ നാളെ രാവിലെ നേരെ വേളാങ്കണ്ണിക്കാണ് പോകാനുള്ളത്. മേ ബി ഐ തിങ്ക് ഐ വിൽ വെയർ ദി സെയിം ഡ്രസ്. ഓക്കെ, മമ്മിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഹലോ, അപ്പം നമ്മൾ നേരെ രാവിലെ പുറപ്പെടുവാണ്. നേരെ വേളാങ്കണ്ണിക്കാണ് പോകുന്നത്. ഹായ് മാം. ഹായ് മാം. എങ്ങനെയുണ്ട്? അടിപൊളി. ആൻ്റണി ഉറക്കമാണ്. നമ്മൾ ലഗേജ് എല്ലാം കയറ്റി വെച്ച് നമ്മൾ ഇറങ്ങുവാണ്. അപ്പോൾ ഇവിടെ ഒരു കൊച്ചിൻ്റെ അടുത്തുനിന്ന് നമ്മുടെ കശുമാങ്ങ, പിന്നെ എന്താണ് ജാമ്പയ്ക്ക, അതൊക്കെ വാങ്ങിക്കുകയാണ്. അപ്പോൾ നമ്മളത് കഴിച്ചങ്ങ് പോകാമല്ലോ. എന്തായാലും വേളാങ്കണ്ണി എത്തിപ്പോൾ എന്തായാലും 1 മണിക്കൂർ വാർത്ത കാണുക. പൈനാപ്പിൾ കഴിച്ചോ? ഇങ്ങനെ കശുമാങ്ങ ഡ്രസ്സ് എടുക്കാവോ? മാം, അങ്ങനെ നമ്മൾ വേളാങ്കണ്ണി എത്തി അല്ലേ? ഹായ് മാം, എങ്ങനെയുണ്ട് റൂം? സൂപ്പർ അല്ലേ? കണ്ടോ, ഇത് നല്ല നല്ല റൂമാണ്, നമ്മുടെ സ്ഥിര റൂമാണത്. സീ ഗേറ്റിൽ. അന്നീ ആ നല്ല റൂമാണിത്. നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഇതെന്താണത് ടൈറ്റ്? കണ്ടോ, ഫ്രിഡ്ജ്. ഇവിടെ ഒരു റൂം. ഇവിടെ നമ്മൾ ചേച്ചിമാർക്ക് റൂം. അവർ കിടക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ റൂം. ഇത് നമ്മുടെ റൂം. അല്ലൊക്കെ ഇവിടെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അപ്പോൾ അതൊക്കെ വിരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ കിടക്കാൻ പോവാം. രാജിക്കുട്ട, അന്നിക്കുട്ട വാ. ഇവിടെ അന്നി കയറി കിട. ലക്കി അവിടെ കയറി കിടന്നേ. ലക്കിക്ക് അമ്മ സ്ഥലം കൊടുത്തു തന്നിട്ടുണ്ട്. അവിടെ കയറി കിടന്നേ. അപ്പോൾ നമ്മൾ വേളാങ്കണ്ണിയിലെത്തി. മമ്മി അപ്പോൾ നമ്മൾ രാത്രി വന്ന് മാതാവിനെ കണ്ട് ഇപ്പോൾ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. എല്ലാവരും ഹായ് പറഞ്ഞി. ഓട്ട ബേബീസ്, ഓട്ട ബേബീസ്. അന്നി ഹായ് പറഞ്ഞി. ഹായ് പറ. അങ്ങനെ നമ്മൾ വേളാങ്കണ്ണിയുടെ പള്ളിയിൽ വന്നിരിക്കുകയാണ്. ഈവനിങ് മാസിന് വേണ്ടിയിട്ടാണ്. ആനി ഇവിടെ നിന്നേ, അമ്മമ്മയുടെ കൂടെ നിന്നേ. നോക്കി എന്നാ കുറുമ്പ കാണിക്കുന്നേ. വാ പള്ളിയിലേക്ക് പോവാം. പിടിച്ചേ, അമ്മയുടെ കൈ പിടിച്ചേ, അമ്മയുടെ കൈ പിടിച്ചേ. അപ്പം നമ്മൾ നേരെ പള്ളി വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. നേർച്ച സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇപ്പോൾ നമ്മൾ നേരെ പള്ളിയിലേക്ക് ഒന്നും കൂടെ കയറുവാണ്.
പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകണം. അല്ല സോറി, വീട്ടിലേക്ക് റൂമിലേക്ക് പോകണം. ഭയങ്കര ചൂടുണ്ട് കേട്ടോ. ഞാൻ ചുരിദാർ ഉടുക്കാത്ത കാരണമെന്ന് അറിയത്തില്ല, എനിക്ക് ഭയങ്കര ചൂട് ഫീൽ ചെയ്യുന്നു. ഫുഡ് ഓർഡർ ചെയ്തിരിക്കുവാണ്. ചിക്കൻ തന്തൂരി ചിക്കൻ, റൈസ്, പപ്പഡ്, ഒരു എന്താണ് ഫിഷ് കറിയാണ്, കേർഡ്. നൈറ്റ് നമുക്കിതാണ് ഫുഡ്. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ വേളാങ്കണ്ണിയിൽ നിന്ന് നമ്മൾ നേരെ നാട്ടിലേക്കാണ് പോകുന്നത്. നാട്ടിലേക്കായിരിക്കാം, ചിലപ്പോൾ അറിയത്തില്ല. കോയമ്പത്തൂർ എത്തിയിട്ട് നമ്മുടെ അപ്പോഴത്തെ മൂഡ് അനുസരിച്ച് ഹായ് പറഞ്ഞ് എല്ലാവരും ഗുഡ് മോർണിംഗ്. ഏതായാലും നമുക്ക് വണ്ടിയൊക്കെ പാക്ഡ് ആണ്. നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ ഇച്ചിരി സ്ഥലങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു 10 സാരി വാങ്ങിക്കാനുള്ള സ്ഥലമുണ്ട്. 10 സാരിക്കുള്ള പൈസ ഉണ്ടോയെന്ന് അറിയത്തില്ല അല്ലേ മമ്മി? പിന്നെ വേറെ എന്നാ വിശേഷം? അപ്പോൾ വന്നു. നമ്മൾ 2 ദിവസം മാതാവിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ച് ഇപ്പം നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനാണോ വീട്ടിലേക്കാണോ പോകുന്നതെന്നുള്ളത് പോകുന്ന വഴിക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ചെറിയ വേളാങ്കണ്ണിക്ക് കയറണം. ചെറിയ വേളാങ്കണ്ണി കയറി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് വേണം പോകാനായിട്ട്. പഴയ വേളാങ്കണ്ണി, ഇവിടെയാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. പാലിന് വേണ്ടിയിട്ട് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്. ഹലോ ആൻ്റണി, ജാജി എന്താ ചാർജായി വരുന്നേ ഉള്ളൂ എല്ലാവരും. എവിടെ ജാജി? ഇവിടെ നോക്കടോ. അല്ലാത്തപ്പോൾ നോക്കുന്ന കൊച്ചിന് ഇന്നും നോക്കാൻ പറ്റും. ഞാൻ കളിക്കൂട്ടൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാം ഞാൻ പറയുന്നത് കേൾക്കണം. ബാ, ഇപ്പം ഷാർപ്പ് ടൈം 8 o'clock ആയി. നമ്മളിവിടെ നിന്ന് പുറപ്പെടുന്നത്. നോക്കാം. മാതാവിൻ്റെ അടുത്ത് ഇത്രേ ചോദിക്കുന്നുള്ളൂ. മാതാവേ എന്താ ചോദിക്കുന്നതെന്ന് എന്തിനാ വീഡിയോയിൽ പറയുന്നതല്ലേ. ഏതായാലും കാത്തു സൂക്ഷിച്ച് നടത്തണം. അതിനുശേഷം മാതാവ് നമുക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ഹായ്, ഇപ്പോൾ റെസിഡൻസി എത്തി. ഓടിക്കാൻ ഭയങ്കര ടയേർഡ്. അതുകൊണ്ട് ഞാൻ റെസിഡൻസി സ്റ്റോപ്പ് ചെയ്തു. നേരെ ഇവിടെ നിന്ന് ചെന്നൈ സിൽക്സിലാണ് പോകുന്നത്. ചെന്നൈ സിൽക്സ് കരൂരാണ്. നമ്മൾ സ്ഥിരം കരൂർ വരുമ്പോഴത്തേക്ക് ഇവിടെ എന്തെങ്കിലും നോക്കി മേടിക്കുന്നത്. നോക്കാം എന്താ ഉള്ളതെന്നുള്ളത്. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കരൂരാണ് ഉള്ളത്. കരൂർ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കഴിക്കാൻ 7:15 ആയപ്പോൾ തന്നെ വന്നു. നേരത്തെ പുറപ്പെടുവാണ്. ഓക്കെ, ഹായ്, ഗുഡ് മോർണിംഗ് മാ. എന്താ വേണ്ട? ദോശ പറയട്ടെ? ദോശ അവർക്ക് ദോശ പറയാവേ. എന്താ വേണ്ടെന്ന്? എന്തൊക്കെയാണ്? വട, പൊങ്കൽ, പൊറോട്ട, ബോയിൽഡ് എഗ്, ഇഡ്ഡലി, സോസേജ്. എന്താ ആൻ്റണി, ജോർജി എന്താ വേണ്ടേ? കേക്ക് കഴിക്കണ മുന്നേ അവർ കേക്ക് ആദ്യം തരില്ല. അവർ പറഞ്ഞിട്ടുണ്ട് കേക്ക്. ജോർജിക്ക് മമ്മ 1 തരാൻ പോവാണ്. 1 2 കുട്ടി സാൻഡ്വിച്ച് കുഞ്ഞ് ചോൾ പപ്പൽ. മോർണിംഗ് നോ ചോൾ പപ്പൽ, only sandwich. No, this is for Georgie. ഇരിക്കെ, സിറ്റ്. നേരെ ഇരുന്നേ. തര സിറ്റ്. തര നേരെ ഇരുന്നേ സിറ്റ്. സിറ്റ്. മമ്മ കാണിച്ചു. കേക്ക് തരാം. ഇതാണ് കേക്ക്. സിറ്റ്. ദിസ് വൺ ഈസ് ആ കേക്ക് വേണ്ട. ഇതല്ലേ അന്നിക്ക തരാം. ദോശ കഴിച്ച് കഴിഞ്ഞിട്ട് കേക്ക് കേട്ടോ. കാലം താങ്ക്
യു. നേരെ കാക്കിയൊക്കെ അവിടെ വെച്ച്. ഇവിടുത്തെ പൊങ്കൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല പൊങ്കലാണ് കേട്ടോ. നിൽക്കത്തില്ല, അതാണ് ഒറ്റ പ്രശ്നം. പൊങ്കൽ നൈസ് പൊങ്കൽ. ആന്റിക്ക് ഇഡ്ഡലി വേണോ? സോഫ്റ്റ് ഇഡ്ഡലി കേട്ടോ. അന്നീ ഇഡ്ഡലി തരട്ടെ മമ്മ? അന്നി ഇഡ്ഡലി തരട്ടെ? ഇത് പൊടി സൂപ്പറാണ്. മൈ ഫേവറേറ്റ്. ഈ ഒരു പൊടി ഇവിടെ എൻ്റെ ഫേവറേറ്റാണ്. എനിക്ക് 2 വട എടുത്ത് കൊടുത്തത്. വട സൂപ്പർ വട. ഇതേ അമ്മാവയുടെ വട കണ്ട. ഇതൊന്ന് കഴിച്ചു നോക്കി. വട മുട്ട വേണോ? എഗ്. ഓക്കെ, എഗ് എടുക്കാം. ഹായ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് സമയം കറക്റ്റ് 8-ന് ഒരു 10 മിനിറ്റും കൂടെ ഉണ്ട്. 7:45 ആണ്. അപ്പോൾ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ നേരെ കോയമ്പത്തൂർ ടു കൊച്ചിയാണ്. കുറച്ച് നേരത്തെ വീട്ടിലെത്തി ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള 2 ചേച്ചിമാരെ ഒന്ന് വിളിച്ചൊന്ന് വീടൊക്കെ ക്ലീൻ ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഇറങ്ങുക. അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഇവിടെ നിന്ന് 10:30-ക്കൊക്കെയാണ് ഇറങ്ങുന്നത്. പക്ഷെ ഇന്നിപ്പോൾ ഞാൻ എല്ലാവരെയും നേരത്തെ ഒരു 6 o'clock ആയപ്പോൾ വിളിച്ച് ഞാൻ പറഞ്ഞു 7 o'clock ബ്രേക്ക്ഫാസ്റ്റാണ്, വേഗം കഴിച്ച് നമുക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞ കാരണം എല്ലാവരും ആർക്കും വിശപ്പില്ല. എന്നാലും ജസ്റ്റ് എല്ലാവരും ഒന്ന് ഓരോ ഇഡ്ഡലിയൊക്കെ കഴിച്ച് എല്ലാവരും ഇറങ്ങുവാണ്. ബേബീസ് ഒന്നും കഴിച്ചില്ല. ഇനിയിപ്പോൾ വീടെത്തിയിട്ട് നമുക്കിനിയിപ്പോൾ ഇത് മെയ് മാസമാണല്ലോ. മെയ് എത്രാം തീയതിയാണത്? മെയ് 23rd ആണെന്ന്. സോ നമുക്ക് വീടെത്തിയിട്ട് പിള്ളേർക്കുള്ള സ്കൂളിൻ്റെ കാര്യങ്ങൾ നോക്കണം, യൂണിഫോമിൻ്റെ കാര്യം നോക്കണം, ഉള്ള കാര്യങ്ങൾ കുറച്ച് ചെയ്യാനുണ്ട്. പിന്നെ വേറെന്താ, പപ്പ വന്നിട്ടില്ല. പപ്പ ഇതുവരെയും തമിഴ്നാട്ടിൽ പോയിട്ട് വന്നിട്ടില്ല. 1 മാസമായി പോയിട്ട്. അപ്പോൾ അവർ എല്ലാവരും അവിടെ ഉണ്ട്. വേറെന്താ, അപ്പം ഞങ്ങളുടെ ലേഡീസ് ട്രിപ്പായിട്ടുള്ള ട്രിപ്പാണിത്. ഇനിയിപ്പോൾ നമുക്ക് നാടെത്തി കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു ട്രിപ്പ് 1 day ട്രിപ്പായിട്ട് ഞങ്ങളൊന്ന് പപ്പ ഉള്ള സ്ഥലത്തുനിന്ന് പോകണം. അവിടെ പോയി ഒന്ന് പപ്പയെ കാണണം. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഓക്കെ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോട്ടലാണിത്. കരൂർ വഴി പാസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിവിടെ സ്റ്റേ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കയറി ഒരു ഗ്ലാസ് ചായങ്ങളും കുടിക്കാറുണ്ട്. അപ്പോൾ ഓക്കെ. അതെ, ട്രാവൽ ലോഞ്ച്. പാലക്കാടല്ല, നമ്മുടെ യൂറോപ്പ് പോലെയൊക്കെ വെച്ചിരിക്കുക. പാലക്കാട് നമ്മൾ ഇതുപോലെ ബാത്റൂം യൂസ് ചെയ്യണമെങ്കിൽ നമ്പർ പൈസ കൊടുക്കണം, 30 രൂപ. എന്നിട്ട് നമുക്ക് യൂസ് ചെയ്യാം. 19 and 20 എന്നല്ലേ പറഞ്ഞേ? 19 ഉം 20. ഓക്കെ.
കണ്ടോ, ഇങ്ങനെ നമുക്ക് ഇത് ബാത്റൂം, നീറ്റായിട്ടുള്ള ബാത്റൂം യൂസ് ചെയ്യാം. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു യൂറോപ്പ് സ്റ്റൈലാണ്. ഇതുണ്ടോ, യൂറോപ്യൻ സ്റ്റൈലാണ്. പക്ഷേ എന്നാലും 30 റുപ്പീസ് ഒന്നുമല്ല. നമുക്ക് യൂസ് ചെയ്ത് ടോയ്ലറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നാൽ 30 റുപ്പീസ് വേർത്താണ്. അതുമാത്രമല്ല, ഇപ്പോൾ നമ്മൾ യൂറോപ്പിലൊക്കെ പോകുമ്പോഴത്തേക്കും 1 യൂറോ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ 110 രൂപ സംതിങ് അല്ലേ. അപ്പോൾ അത്രയും പൈസ 110 രൂപ കൊടുത്തിട്ടാണ് ടോയ്ലറ്റ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് ലാഭമാണ്. ഇവിടെ നമുക്ക് റിലാക്സിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട്. ഇവിടെ ഒരു കോഫി ഷോപ്പുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ളത്. ഉണ്ടോ, ബ്ലാക്ക് കോഫി കഴിക്കാം. ബ്ലാക്ക് കോഫി അമേരിക്കാനോ ഉണ്ടോ? ഇവിടെ ഒരു 15 മിനിറ്റ്സ് 20 മിനിറ്റ്സ് പോയി, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ഇറങ്ങാമായിരുന്നു. നമ്മൾ കോൾഡ് കോഫിയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അങ്ങനെ കുതിരാങ്കയറ്റം എത്തി നമ്മൾ. അങ്ങനെ നമ്മൾ കാർത്തിയാനിയിലെത്തി. നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. ഇത് നെടുമ്പാശ്ശേരി കാർത്തിയാനി. താങ്ക് യു. നെടുമ്പാശ്ശേരി കാർത്തിയാനിയാണ്. നമുക്ക് ഫിഷ് എഗ്ഗാണ്. വരുന്ന മുന്നേ വിളിച്ച് പറഞ്ഞായിരുന്നു ഫിഷ് എഗ്ഗ് വേണമെന്ന് പറഞ്ഞിട്ട്. അവരെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ വീടിൻ്റെ അകത്തൊരു ഉടുമ്പ് തന്നതാണ്. പാത്രത്തിനകത്ത് ഒരു ഉടുമ്പ് കയറി കിടക്കുന്നത്. നോക്കിക്ക്. വേഗം എടുത്ത് പുറത്തേക്ക് കളതിന്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, അടിപൊളി ട്രിപ്പായിരുന്നു. നമ്മൾ നേരെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് നേരെ വേളാങ്കണ്ണി, ഇവിടെ നിന്ന് നേരെ കൊച്ചിൻ ടു തേക്കടി, തേക്കടി ടു മധുരൈ ടു രാമേശ്വരം ടു ധനുഷ്കോടി, തിരിച്ച് മധുരൈ, അത് കഴിഞ്ഞ് തഞ്ചാവൂർ, അത് കഴിഞ്ഞ് നമ്മൾ നേരെ വേളാങ്കണ്ണി ടു കരൂർ ടു കൊച്ചിൻ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഈ പ്രാവശ്യത്തെ ട്രിപ്പ്. അടിപൊളി ട്രിപ്പായിരുന്നു. 10 ദിവസത്തെ ട്രിപ്പായിരുന്നു. എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു യാത്രയായിരുന്നു. പിന്നെ അവിടുന്ന് ഊട്ടിക്ക് പോകണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ടയേർഡായി ഓടിച്ച്. എനിവേ ഇത്രയും ഓടിക്കാൻ പറ്റിയത് ദൈവത്തിനായിരം നന്ദി. കാത്തു സൂക്ഷിച്ച് ദൈവം നമ്മളെ വീടെത്തിച്ചതിൽ വളരെ 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 നന്ദി. എന്തായാലും ഞങ്ങളുടെ അടിപൊളി ട്രിപ്പായിരുന്നു. അപ്പോൾ ഈ 2 വീഡിയോസായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒന്ന് കൊച്ചി ടു ധനുഷ്കോടി, ഇനിയൊരെന്ന് വെച്ചാൽ മധുരൈ ടു വേളാങ്കണ്ണി കൊച്ചി എന്നുള്ള ഒരു വ്ലോഗാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ 2 വ്ലോഗും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരുപാട് യാത്രകൾക്ക് എൻ്റെ ഒപ്പം യാത്ര ചെയ്യും. നിങ്ങൾ എൻ്റെ ഒപ്പം ഒരുപാട് വീഡിയോസ് കാണും, ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ, ഹാവ് എ ഗ്രേറ്റ് ഡേ.